ഒരു 1.5 മാസം ബാക്കിലേക്ക് പോയാലോ? എൻ്റെ ഫസ്റ്റത്തെ ഡേ ഓഫ് ഒബ്സർവേഷൻഷിപ്പാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഹലോ എല്ലാവർക്കും, വെൽക്കം ബാക്ക്. പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് എത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഞാനിത് പെട്ടെന്ന് ഇടുമായിരിക്കും. ഓക്കെ, എന്താണ് ഒബ്സർവേഷൻഷിപ്പ്? ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏകദേശം എല്ലാ ഫോറിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസും അവിടുത്തെ സ്റ്റുഡൻസിനോട് ഇങ്ങനൊരു, നമുക്ക് പണ്ട് ഹോളിഡേ ഹോംവർക്ക് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ വെക്കേഷൻ സമയത്ത് ചെയ്യാൻ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ടാസ്ക് പോലെയാണ് ഈ ഒബ്സർവേഷൻഷിപ്പ് എന്ന് സിമ്പിളായിട്ട് പറയാം. ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടെ അടുത്ത് ഇത്ര ദിവസത്തെ ഒബ്സർവേഷൻഷിപ്പ് ചെയ്താൽ മതി എന്ന് പറയും. നമുക്ക് ഏകദേശം ഒരു 1 മന്ത് ആ ഒരു റേഞ്ചിലാണ് ഡ്യൂറേഷൻ തന്നിട്ടുള്ളത്. ആൻഡ് ആ 1 മന്ത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വെക്കേഷനിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒബ്സർവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ വന്നിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. ആൻഡ് അതിൽ 1.5 മാസം ഞാൻ ഒബ്സർവേഷൻഷിപ്പ് ചെയ്തു. എനിക്കെൻ്റെ വെക്കേഷൻ വേസ്റ്റായി എന്ന് തോന്നിയിട്ടില്ല. പിന്നെയും കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മടി കാരണം അത് നടന്നില്ല. ഇത് പിന്നെ നമുക്ക് കമ്പൽസറി ആയതുകൊണ്ട് എനിക്ക് ചെയ്യല്ലാണ്ട് വേറെ നിവർത്തില്ലല്ലോ. ബട്ട് ദാറ്റ് വാസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒബ്സർവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണോ, ഞാൻ ഡ്യൂട്ടിക്ക് പോകണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഇൻറ്റേൺഷിപ്പ് അല്ല. നമ്മളവിടെ പോയിട്ട് ഒബ്സർവ് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മളവിടെ പോയിട്ട് ചെയ്യുന്നില്ല. ഡോക്ടറെ എങ്ങനെയാണ് അവിടെ വരുന്ന ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പം എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന കോമൺ അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് എനിക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതും അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയിട്ടുള്ളതും. ആൻഡ് ചില അസുഖങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 9 മണി തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ ഈ ഒരു സമയത്തായിരുന്നു എൻ്റെ ടൈമിങ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പപ്പയാണ് കൊണ്ടേക്ക് തന്നത്. പിന്നെ ഫുൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്താണ്, എനിക്ക് അത്ര ദൂരമൊന്നുമില്ല. ഒരു 5 to 7 കിലോമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പോയി വരാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നും നിർത്തണ്ടായിരുന്നോ, കുറച്ചും കൂടെ ചെയ്താൽ മതിയായിരുന്നു തോന്നും. ബിക്കോസ് എനിക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ നിർത്തേണ്ടിയിരുന്നില്ല, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഇടയ്ക്കൊക്കെ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും നിർത്തണം. പിന്നെ ഒരു മാസത്തിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു 1 മന്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ GSL ക്യാമ്പിന് വേണ്ടിയിട്ട് ഒരു 2 വീക്ക് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് കേട്ടോ 1.5 മാസമായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ 1 മാസമേ ചെയ്തിട്ടുള്ളൂ. അത് രണ്ടും കൂടി വന്നതുകൊണ്ടാണ് ഞാൻ 1.5 മാസം എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഡേ ഓഫ് ഒബ്സർവേഷൻഷിപ്പ് മാത്രമേ കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് എന്തോ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുക്കാൻ വലിയൊരു ഇഷ്ടം ഇല്ല. പിന്നെ ഞാൻ ഫസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കയറിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് പറയാം, അവരുടെ അടുത്ത് പറയാം ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് അവിടെ ആക്ച്വലി ഞാൻ കയറിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ എമർജൻസി, പൾമിനോളജി, ജനറൽ മെഡിസിൻ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് കയറിയിട്ടുള്ളത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോളജൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഏകദേശം എല്ലാവരും, അതായത് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഫസ്റ്റ് എമർജൻസിയിലാണ് കയറിയിട്ടുള്ളത്. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടെ കേസുകൾ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കേസ് കാണാൻ പറ്റുന്നത് എമർജൻസിയിലാണ്. പല കൈൻഡ് ഓഫ് കേസസ് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് സമയം ഉണ്ടായിരിക്കില്ല നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു കേസ് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അടുത്ത പേഷ്യൻ്റ് വരും, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വേറെ ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അത്ര പ്രശ്നം വന്നില്ല. എല്ലാ ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് കഴിയുന്ന മാക്സിമം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പഠിപ്പിച്ച് തരാൻ ഇഷ്ടംപോലെ ആൾക്കാർ ആക്ച്വലി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പഠിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഞാൻ എന്നും ഹോസ്പിറ്റൽ കഴിഞ്ഞ് വന്നിട്ട് പഠിക്കില്ല എന്നല്ല, ഇങ്ങനെയൊന്നും പഠിക്കില്ലായിരുന്നില്ല കേട്ടോ. ഞാൻ പോകുന്ന സമയത്തൊക്കെ, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ ഒന്ന് വായിച്ച് പഠിക്കും എന്നല്ലാണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ആ ഒരു അതാണ് ആ പഠിത്തമൊക്കെ കണ്ടിട്ടുള്ളത്. ഒബ്സർവേഷൻഷിപ്പ് നമ്മൾ എല്ലാ ഇയറും ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോ ഇയറിലും വെക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു ഒബ്സർവേഷൻഷിപ്പിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം.